ശക്തമായ മഴയിൽ ഡൽഹിയിൽ അതീവ ജാഗ്രതയിലാണ്. യമുനാ തീരത്തെ വീടുകളിൽ വെള്ളം കയറിയതോടെ ആളുകളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി. അണക്കെട്ടിൽ നിന്ന് ഒഴുകിയെത്തുന്ന വെള്ളമാണ് നദിയിലെ ജലനിരപ്പ് ഉയർത്തുന്നത്. നഗരവും വെള്ളക്കെട്ടിലാണ്. അഗ്നികുണ്ടിൽ നിന്ന് വെള്ളം വലിയ തോതിൽ ഒഴുകിയെത്തുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ യമുനാ നദി കരകവിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുകയാണ്. അത് താഴ്ന്ന പ്രദേശങ്ങളിലേക്ക്, കുടിലുകളിലേക്കെല്ലാം തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. ഏറ്റവും പ്രശ്നം അനുഭവിക്കുന്നത് യമുന ഘാട്ട്, അതുപോലെ തന്നെ മജ്നു ഘാട്ടില എന്ന സ്ഥലങ്ങളാണ്. അവിടുത്തെ കുടിലുകളിലേക്ക് വെള്ളം കയറിയിരിക്കുന്നു. മുട്ടോളം തന്നെ വെള്ളമായിട്ടുണ്ട്. അതുകൊണ്ട് അവിടെയുള്ള ആളുകളെ എല്ലാം തന്നെ മാറ്റിപ്പാർപ്പിക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. വലിയ തോതിൽ ആളുകളെ മാറ്റിപ്പാർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനോടകം ടെൻറ്റുകൾ, താൽക്കാലിക ടെൻറ്റുകൾ ഉയർന്ന പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ചും ഫ്ലൈ ഓവറുടെ മേലെയും അതുപോലെ വെള്ളം പെട്ടെന്ന് കയറാത്ത ഇടങ്ങളിലേക്കെല്ലാം തന്നെ സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട്. അവിടേക്കാണ് ഇത്തരത്തിൽ താഴ്ന്ന ഇടത്ത് താമസിക്കുന്ന ആളുകളെ, പ്രത്യേകിച്ചും കുടിലുകളിൽ വസിക്കുന്ന ആളുകളെ ഇപ്പോൾ മാറ്റി പാർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മഴ പലപ്പോഴുമായി പെയ്തും വളരെ ചെറിയ തോതിൽ പെയ്തു പോകുന്നുണ്ട് രാജ്യ തലസ്ഥാനത്ത്. അടുത്ത 3-4 മണിക്കൂറിൽ ഒരുപക്ഷെ മഴയുടെ ശക്തി കൂടാമെന്നുള്ള കാര്യം കൂടിയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. ഓറഞ്ച് അലേർട്ട് അത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും വലിയ തോതിൽ ജാഗ്രത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതായത് അണക്കെട്ടിൽ നിന്ന് ഇപ്പോൾ കടത്തിവിടുന്ന വെള്ളം അത് ഇതേ അളവിൽ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അടുത്ത 1-2 ദിവസങ്ങളിൽ കൂടുതൽ ഇടങ്ങളിലേക്ക്, നഗരത്തിലേക്കുമൊക്കെ ഒരുപക്ഷെ വെള്ളം കയറാനുള്ള സാധ്യത അതെന്തായാലും തള്ളിക്കളയാനാകില്ല. പഴയ റെയിൽവേ പാലം, യമുനയിലെ ആദ്യം തന്നെ യമുന അപകടനിരക്ക് മേലേക്ക് വന്ന ആ പാലം ഇപ്പോൾ പൂർണ്ണമായും അടച്ചിരിക്കുന്നു. ഗതാഗതം അനുവദിക്കുന്നില്ല, ആളുകളെ കടത്തിവിടുന്നില്ല. ഗതാഗത കുരുക്ക് അത് മഴ വർദ്ധിക്കുന്ന സമയത്ത് വെള്ളക്കെട്ട് ഉണ്ടാകുമ്പോഴാണ് എന്തായാലും ഡൽഹിയെ സംബന്ധിച്ച് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അത്തരത്തിൽ വലിയ പ്രശ്നങ്ങളില്ല. ജനജീവിതത്തെ ബാധിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ താഴ്ന്ന പ്രദേശങ്ങളിലാണ്. 5000 പേരെയാണ് അത് നേരിട്ട് ബാധിക്കുന്നത്. ഇതിൽ വലിയൊരു ശതമാനത്തെയും ഇപ്പോൾ കുടിലുകളിലേക്ക്, താൽക്കാലിക ഷെൽട്ടറുകളിലേക്ക് മാറ്റിയിരിക്കുന്നു. ബാക്കിയുള്ളവരും ഇന്ന് രാത്രിയോടുകൂടി തന്നെ സുരക്ഷിതമായിട്ടുള്ള ഇടങ്ങളിലേക്ക് മാറ്റാൻ സാധിക്കും. ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കെല്ലാം തന്നെ മാറ്റാൻ സാധിക്കും. 6 ജില്ലകളിലായി 10000 പേരെ കൂടി ഇത്തരത്തിൽ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് അടിയന്തര ഘട്ടമാണെങ്കിൽ മാറ്റിപ്പാർപ്പിക്കാൻ വേണ്ടി നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടിയാണ് സർക്കാർ അറിയിക്കുന്നത്. എന്തായാലും നേരം ഇരുട്ടി തുടങ്ങുന്ന സമയത്ത് മഴയും മഴക്കാറും എല്ലാം തന്നെ വലിയ തോതിൽ ഉണ്ടാകുന്നുണ്ട്. ഒരുപക്ഷെ വലിയ മഴ തന്നെ ഇന്ന് രാത്രിയും ഡൽഹിയിൽ പെയ്തിറങ്ങാനുള്ള സാധ്യതയാണ് കാണുന്നത്.